Negotiable Instruments Act 1881. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിൽ നമ്മൾ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 5. പിന്നെ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും? പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് സെക്ഷൻ 4. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, പിന്നെ ചെക്ക്. ചെക്ക് ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 6. ഇതിൽ ബേസിക് ആയിട്ട് 2-3 ടേംസ് ഉണ്ട്. അത് മനസ്സിലാക്കിയ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വളരെ സിമ്പിൾ ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ഉള്ള ഡ്രോയർ ആണ്. ഡ്രോയർ എന്ന് പറയുമ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആദ്യം ഡ്രോ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്നത് ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് സപ്ലയർ അല്ലെങ്കിൽ ഓണർ, ബാങ്കർ, അങ്ങനെ ഉള്ള ക്രെഡിറ്റർ ആയിട്ടുള്ള ആളാണ്, ഡ്രോയർ ആണ് ബിൽ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഡെറ്റർ ആണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡ്രോയർ ക്രെഡിറ്റർ ഉണ്ടാക്കിയിട്ട് ഡെറ്റർ ഡ്രോയി ആക്സെപ്റ്റ് ചെയ്യും. ഡ്രോയർ ആണ് ക്രെഡിറ്റർ, ഡ്രോയി ആണ് ഡെറ്റർ. പേ എന്ന് പറഞ്ഞാൽ ഹു ഈസ് ഗെറ്റിംഗ് മണി. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആർക്കാണ് മണി കിട്ടുന്നത്? ചിലപ്പോൾ ക്രെഡിറ്ററിന് തന്നെയായിരിക്കും മണി കിട്ടുക, അല്ലെങ്കിൽ അത് എൻഡോസ് ചെയ്ത് പോവുകയാണെങ്കിൽ മറ്റൊരാൾക്കായിരിക്കും എമൗണ്ട് കിട്ടുന്നത്. അപ്പൊ പേ എന്ന് പറഞ്ഞാൽ ഹു ഈസ് ഗെറ്റിംഗ് ദ മണി. ഇൻഡോസർ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ബില്ല് വേറൊരാൾക്ക് കൊടുക്കുന്നത്, ആർക്കാണ് ബില്ല് കിട്ടിയത്, അതായത് ഡ്രോയി ഉണ്ട്. ഇപ്പൊ ആ ബില്ല് എൻഡോസ് ചെയ്ത് ആർക്കെങ്കിലും പോവാണ്, അപ്പൊ അത് ഇൻഡോസർ ആണ് അത് എൻഡോസ് ചെയ്യുന്നത്. ഇൻഡോസി എന്ന് പറയുന്നതാണ് ആ ബില്ല് അവസാനം കിട്ടുന്ന ആൾക്ക്. അത് ആർക്കാണ് കിട്ടിയത് എൻഡോസ്മെന്റ് വഴി കിട്ടിയവനെ നമ്മൾ ഇൻഡോസി എന്ന് വിളിക്കും. അതുപോലെ നമ്മൾ പ്രോമിസറി നോട്ട് നോക്കുകയാണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡ്രോയർ ക്രെഡിറ്റർ ആണ് ഡ്രോ ചെയ്തത്. പ്രോമിസറി നോട്ട് നമ്മൾ പ്രോമിസ് ആയിട്ട് ഉറപ്പായിട്ട് തരാമേ എന്ന് പറയുന്ന ആരായിരിക്കും? ഡെറ്റർ ആണ്. പ്രോമിസ് നോട്ടിന്റെ ഡ്രോയർ ഡെറ്റർ ആണ്, ഡ്രോയി ക്രെഡിറ്റർ ആണ്. അപ്പൊ നമ്മളിവിടെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡ്രോയർ ക്രെഡിറ്ററും ഡ്രോയി ഡെറ്ററും ആണ്. പ്രോമിസറി നോട്ടിന്റെ ഡ്രോയർ ഡെറ്റർ, ഡ്രോയി ക്രെഡിറ്ററും ആണ്. ചെക്കിലേക്ക് പോവാം. ഡ്രോയർ എന്ന് പറഞ്ഞാൽ ചെക്ക് ഒപ്പിട്ട് എമൗണ്ട് എഴുതി ചെക്ക് ആരുടെ പേരിലാണ് അവരെയാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ഡ്രോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കറാണ്. ബാങ്കറിനോടല്ലേ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. പേ എന്ന് പറഞ്ഞാൽ ആർക്കാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ചെക്ക് വഴി വേറൊരാൾക്കാണ്, ബാങ്കിനല്ലല്ലോ, വേറൊരാൾക്കാണ് പേയ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഹു ഈസ് ഗെറ്റിംഗ് മണി, അദ്ദേഹമാണ് പേ. പിന്നെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു വേർഡാണ് ട്രങ്കേറ്റഡ് ചെക്ക്. ഈ ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടൊരു ചെക്കിനെ സ്കാൻ ചെയ്ത് ഇലക്ട്രോണിക് ഫോമിലാക്കുന്നതാണ്. ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്യുന്ന ചെക്കാണ്. അതിന്റെ ആ 2 വ്യത്യാസമുണ്ട്. ഇനി മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ കീറി പറഞ്ഞ അല്ലെങ്കിൽ ടോൺ ഇൻറ്റു പീസസ് ആയിട്ടുള്ള ചെക്കിനെയാണ് വിളിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഈ കാര്യം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് 1881 ആണ്. Primarily contains law relating to negotiable instruments. This act is applicable whole of India ഇത് applicable ആണ്, including Jammu and Kashmir. Jammu and Kashmir ഉൾപ്പെടെ എല്ലാ whole of ഇന്ത്യക്ക് ഈ ആക്ട് applicable ആണ്. 1st March 1882 മുതലാണ് applicability വന്നത്. Meaning of negotiable instruments. Negotiable means transferability. Negotiable എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് negotiable എന്ന് പറയുന്നത്. An instrument means piece of paper or any document. ഒരു piece of paper ഓ ഏത് ഡോക്യുമെന്റിനെയും നമുക്ക് ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കാം. A negotiable instrument is actually a written document ആണ്, ട്രാൻസ്ഫറബിൾ ആണ്. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ a piece of paper which entitles to a sum of money which is transferable from one person to another by delivery. നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഡോക്യുമെന്റോ ഒരു ഇൻസ്ട്രുമെന്റോ ഡെലിവറി മുഖേന ഒരാൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബൈ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടിയ ഒരു ഇൻസ്ട്രുമെന്റ് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. To person to whom negotiable instrument is so transferred become entitled to the sum mentioned in negotiable instrument. ഇൻസ്ട്രുമെന്റിൽ പറയുന്ന എമൗണ്ട് കിട്ടിയ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന് ആ എമൗണ്ട് പിന്നീട് കിട്ടും. Principles of
nemo that court not habit is not applicable in case of negotiable instruments. Nemo that court not habit എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കയ്യിലുള്ളതേ മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. എനിക്കുള്ളതേ വേറൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഏതൊരു വ്യക്തിക്കും അവരുടെ കയ്യിലുള്ളത് മാത്രം, അവർക്കുള്ള ടൈറ്റിൽ അവർക്കുള്ളത് മാത്രമേ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് നെമോ ഡാറ്റ് കോഡ് നോട്ട് ഹാബിറ്റ്. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന് ഇത് ആപ്ലിക്കബിൾ അല്ല. ഡെഫിനിഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. The Act does not define negotiable instrument. Act specific ആയിട്ട് negotiable instrumentനെ define ചെയ്യുന്നില്ല. പക്ഷേ however section 13 3 kinds പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ promissory note, bill of exchange, check. Negotiable instrumentsന്റെ features എന്തൊക്കെയാണ്? അത് writing ആയിരിക്കണം, freely transferable ആയിരിക്കണം, create a right of a person, money കിട്ടാനുള്ള right ഉണ്ടാവും, അതുപോലെ മറ്റൊരാൾക്ക് liability ഉണ്ടാവും, എങ്കിലല്ലേ വേറൊരാൾക്ക് money കിട്ടുള്ളൂ. Holder's title free from defects. Holder's title free from defects ആയിരിക്കണം. A holder in due course acquires a good title irrespective of any defect in a previous holder's title. A holder in due course is one who receives the instrument. Holder in due course എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ holder in due course എന്ന് പറയുമ്പോൾ I am holding after me എന്ന് വെച്ചാൽ എന്താണ്? എയും ബിയും തമ്മിലുള്ള ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പം അത് ബി പിന്നെ സിക്ക് ട്രാൻസ്ഫർ ചെയ്യും, സി പിന്നെ ഡിക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഗുഡ് ഫെയ്റ്റില് സി ബിയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. ഗുഡ് ഫെയ്റ്റിലാണ്, ടൈറ്റിലുണ്ട്, കുറെ കൺസിഡറേഷൻ ആണെങ്കിൽ സിയെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് വിളിക്കും. സി അതുപോലെ ഡിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡിയെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആയി. അതാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 9 ഇനി ഹോൾഡർ ഓഫ് ഡ്യൂ കോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. വിത്തൗട്ട് നോട്ടീസ് ആസ് ടു ഡിഫെക്ട് ഇൻ ദ ടൈറ്റിൽ ഓഫ് ട്രാൻസ്ഫർ ദാറ്റ് ഈസ് ഇൻ ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. ഫ്രോഡ് അതിന് മുമ്പ് ഫ്രോഡ് എന്താണെങ്കിലും എയും ബിയും തമ്മിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രോഡ് നടന്നാൽ കൂടി അതിനെപ്പറ്റി സിഇഒ ഡിഒ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിൽ മാത്രമാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവത്തുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഫ്രോഡ് ഇതിനു മുമ്പ് നടന്ന ഫ്രോഡിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടാവാൻ പാടില്ല. മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പായിരിക്കണം. ഹോൾഡർ ടു സൂ ഇൻ ഹിസ് ഓൺ നെയിം. ഹോൾഡറിന് സ്വന്തം നെയിമില് കേസിന് പോകാൻ സാധിക്കും പൈസ കിട്ടിയില്ലെങ്കിൽ. എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഇൻഫിനിറ്റം എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ട്രാൻസ്ഫർ എനി നമ്പർ ഓഫ് ടൈംസ്. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എത്ര ടൈംസ് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് വരുന്നവരെ. A negotiable instrument is subject to certain presumptions ഉണ്ട്. Negotiable instruments നുള്ള presumptions section 118 പറയുന്നത്. Consideration. We shall presume that every negotiable instrument was made or drawn for a consideration, and that every such instrument when it was accepted, endorsed or transferred was accepted, endorsed or transferred for a consideration. എല്ലാ negotiable instrumentum ഒരു consideration ആണ് മൂവ് ചെയ്യുന്നത്. എല്ലാ negotiable instrumentum dated ആണ്. Time of acceptance. It shall presume that every accepted bill of exchange was accepted with a നമ്മളൊക്കെ ഡ്രോയർ ക്രെഡിറ്റർ ആണല്ലോ ബില്ല് ഡ്രോ ചെയ്യുന്നത്. ബിൽ ഡ്രോ ചെയ്ത് ഡെറ്ററിന് കൊടുക്കുമ്പോൾ ഡെറ്റർ ആണ് ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റൻസ് റീസണബിൾ ടൈമിനുള്ളിൽ തിരിച്ച് ക്രെഡിറ്ററിന് കിട്ടണം ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ. Transfer. It shall be presumed that every transfer of negotiable instrument was made before its maturity. Order of endorsement. It shall be presumed that endorsements were made in the order in which they appear. ഏത് ഓർഡർ ഇൻഡോഴ്സ്മെന്റ് അതാത് ഓർഡറിൽ തന്നെ പോകണം. എ ബിക്ക് കൊടുത്തു, ബി സിക്ക് കൊടുത്തു, സി ഡിക്ക് കൊടുത്തു, ഡി ഇക്ക് കൊടുത്തു. Stamp. It shall be presumed that an instrument is duly signed and stamped. Above presumptions mentioned in 7th point are refutable challenged by evidence to the contrary.
ഇനി എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് വെച്ച് മാത്രമേ നമുക്ക് അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഹാവ് ബീൻ ഒബ്റ്റെയിൻ ഫ്രം ഹിസ് ലോഫുൾ ഓണർ. ഒരു ലോഫുൾ ഓണറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തത്. ബൈ മീൻസ് ഓഫ് ഫ്രോഡ് or for unlawful consideration, the burden of proving that a holder is a holder in due course lies upon him. അപ്പം എ ബിക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബി സിക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ സമയത്ത് സി ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് അത് പ്രൂവ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സിക്ക് തന്നെയാണ്. എയും ബിയും തമ്മിൽ ചിലപ്പോൾ ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നിരിക്കാം. പക്ഷെ സി ഗുഡ് ഫെയ്ത്തില് ഗുഡ് ടൈറ്റിലിന് ഗുഡ് കൺസിഡറേഷൻ ആണ് അത് വാങ്ങിച്ചതെന്നുള്ള പ്രൂവ് ചെയ്യേണ്ടത് സി തന്നെയാണ്. ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. നെഗോഷ്യബിൾ ബൈ സാല്യൂട്ട് ലോ പ്രകാരം സെക്ഷൻ 13 പറയുന്നത് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് ഉണ്ട്. ബെയറർ എന്ന് പറഞ്ഞാൽ ആര് കൊണ്ടുവന്നാലും ഓർഡർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലേക്കായിരിക്കും പോവുക. നെഗോഷ്യബിൾ ബൈ കസ്റ്റം ഓർ യൂസേജ് ഉണ്ട്. Custom and usage Act only contains only 3 types of negotiable instruments. However, it also considers other instruments of negotiable instruments, provided they have features of negotiable instruments. ഈ പറയുന്ന പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കും അല്ലാതെ മറ്റേതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാ ഫീച്ചറും കാണിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് തന്നെ കാണും. Example, dividend warrant, circular notes, bearer debentures are some of the examples of negotiable instruments by custom or usage. Following are not negotiable instruments. അതായത് ഷെയർ സർട്ടിഫിക്കറ്റ് വിത്ത് ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ്. ഇത് താനെ പറയുന്നതൊന്നും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല. ഷെയർ സർട്ടിഫിക്കറ്റ് വിത്ത് ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല. ബ്ലാങ്ക് ട്രാൻസ്ഫർ ആയി ഫുൾ ഡീറ്റെയിൽസ് ഇല്ല. ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ്, global depository receipt, American depository receipts negotiable instrument അല്ല. Nate receipts negotiable instrument അല്ല. Further classification of negotiable instruments എന്തൊക്കെയാണെന്ന് നോക്കാം. Bearer instrument. There are two important conditions for negotiable instruments to be become payable to bearer. Firstly, parties to a transaction must express to be so payable. അത് പേയബിൾ ആണ് പാർട്ടീസ് അതിൽ പറയണം. സെക്കൻഡ്ലി ദ ഓൺലി എൻഡോഴ്സ്മെന്റ് ഫോർ ഇറ്റ് ഷുഡ് ബി എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് ആയിരിക്കും. നല്ല കയ്യിൽ കിട്ടുന്ന ആർക്കും പോയി അത് ആർക്കും അത് ലഭ്യമാണ്. കാരണം ബെയറർ ആണ്. ബെയറർ എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലിരിക്കുന്നോ അവർക്കാണ് അതിന്റെ ഓണർഷിപ്പ്. Thus, two requirements basically imply that any holder of such instrument can obtain payment for them. Order instrument. Negotiable instruments can often be payable to order in certain cases. നമുക്ക് ആരെങ്കിലും പേര് പറയുകയാണെങ്കിൽ അവർക്ക് നമുക്ക് negotiable instruments കൊടുക്കാം. They are payable when the instrument expressly states to them so. Furthermore, they may be payable to order only to a specified person. The only requirement is that there should be no prohibition on their transferability. അവർ transferabilityക്ക് ഒരു prohibition കാണാൻ പാടില്ല. For sans റീപോസ് എൻഡോഴ്സ്മെന്റ് ആണെങ്കിൽ അതിനകത്ത് എൻഡോഴ്സ്മെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ലൈബിലിറ്റി ഇല്ല എന്ന് ഒരു ഹോൾഡർ പറയുകയാണെങ്കിൽ എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിന് സബ്സിക്വന്റ് വരുന്ന ലൈബിലിറ്റീസ് ഒന്നും ഇദ്ദേഹം ഉത്തരവാദി അല്ലെന്ന് ഉള്ള ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ് സെക്ഷൻ 11 ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ കണ്ടീഷൻ എന്താണ്? ഇൻലാൻഡ് ഇന്ത്യക്കുള്ളിൽ ഡ്രോൺ ആൻഡ് മെയ്ഡ് പേയബിൾ ഇൻ ഇന്ത്യ ആയിരിക്കണം. അല്ലെങ്കിൽ ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഓൺലി ദേ ആർ ഡ്രോൺ അപ്പോൺ ബൈ ഇന്ത്യൻ റെസിഡന്റ്. ഡ്രോൺ ആൻഡ് പേയബിൾ ഇൻ ഇന്ത്യ ആയിരിക്കണം. അല്ലെങ്കിൽ ഡ്രോൺ ഇൻ ഇന്ത്യ ബൈ ഇന്ത്യൻ റെസിഡന്റ്, ഇന്ത്യക്കകത്ത് ഡ്രോൺ ചെയ്ത് പക്ഷെ പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ കുഴപ്പമില്ല. ഫോറിൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എവരി ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് നോട്ട് ഇൻലാൻഡ് അല്ലാത്ത എല്ലാ ഇൻസ്ട്രുമെന്റും ഫോറിൻ ഇൻസ്ട്രുമെന്റ് ആണ്. ദീസ് ഇൻസ്ട്രുമെന്റ്സ് ആർ ഡ്രോൺ ഇൻ ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രിയിലാണ് അവർ ഡ്രോൺ ചെയ്യുന്നത്. ഇവിടെ ഫോറിൻ ഇൻസ്ട്രുമെന്റ്സിനെ മേക്ക് ചെയ്യുന്നത് ഫോറിൻ കൺട്രിയിൽ. മേ ബി പേയബിൾ വിത്തിനോ ഇന്ത്യക്ക് പുറത്തോ പേയബിൾ ആവാം. ദേ മേ ഈവൻ ഒറിജിനേറ്റ് ഇൻ ഇന്ത്യ ബട്ട് ഓൺലി ഫോർ പേയ്മെന്റ് ടു എ പേഴ്സൺ ഹു റിസൈഡ്സ് അബ്രോഡ്. ചിലപ്പോൾ അത് ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്താൽ അത് ഇന്ത്യക്ക് പുറത്ത് റിസൈഡ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കാനുള്ളതാവാം. Demand instrument. Sometimes an instrument may not specify a time period during which it remains payable. Such instruments are generally payable whenever bearer demands. Correct ആയിട്ട് ടൈം പറയാതെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ കൊടുക്കുക. ആ ബെയർക്ക് വന്ന് എപ്പോൾ ചോദിച്ചാലും കൊടുക്കുക. അതാണ് ഡിമാൻഡ് ഇൻസ്ട്രുമെന്റ്.
Time instruments. Unlike demand instrument, time instruments carry a fixed future date for payment. Time instrument ന് fixed ആയിട്ടുള്ള future date ഉണ്ട് payment. Correct time പറഞ്ഞിരിക്കും അതിൽ. Maturity period. Genuine bill. When bill is drawn, accepted or endorsed for consideration, it is a genuine bill. ഒരു drawn ചെയ്ത് accept ചെയ്ത് endorse ചെയ്യുന്ന ഒരു value ആണെങ്കിൽ അത് genuine bill ആണ്. Accommodation bill എന്ന് പറഞ്ഞാൽ when a bill is drawn, accepted, endorse. Bill drawn ചെയ്ത് അത് accept ചെയ്ത് endorse ചെയ്ത് without the consideration ഇല്ലാതെയാണെങ്കിൽ അത് accommodation bill ആണ്. Example, let us suppose Johnny is in need of money. ജോണിക്ക് money വേണം. He approaches his friend Sunny. അത് അവന്റെ ഫ്രണ്ട് സണ്ണിയെ അപ്രോച്ച് ചെയ്തു. എന്നിട്ട് $5,000 ലോൺ വേണമെന്ന്. Sunny also shows his inability but agrees that he will accept a bill of exchange. Johnny draws a bill on Sunny which he accepts 3 months. ഇവിടെ എന്തെന്ന് വെച്ചാൽ അക്കോമഡേഷൻ ബില്ല് എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും പൈസയുടെ ആവശ്യമുണ്ട്. ഇപ്പൊ ബിസിനസ് ചെയ്യാൻ എനിക്കും പൈസയുടെ ആവശ്യമുണ്ട്, എന്റെ ഫ്രണ്ടിനും ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ തമ്മിൽ ഒരു ബില്ല് ഡ്രോൺ ചെയ്തിട്ട് ഒരാൾ പോയി അത് ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ഭാഗം ഞാൻ പോയി ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് അതിന്റെ ഒരു ഭാഗം എന്റെ ഫ്രണ്ടിന് കൊടുക്കും. ഫ്രണ്ടും ബിസിനസ് ചെയ്യും, ഞാനും ബിസിനസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പൈസയുടെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ എന്നും കൂടെ വീണ്ടും ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തിട്ട് എന്റെ ഫ്രണ്ട് ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് പൈസ വാങ്ങിച്ച് അതിന്റെ ഒരു ഭാഗം എനിക്കും തരും, ഞങ്ങൾ ബിസിനസ് ചെയ്യും. അത് രണ്ടു വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ ബിസിനസ്സുകാർ തമ്മിൽ പൈസയുടെ ആവശ്യം വരുമ്പോൾ തമ്മിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്ത് ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നതാണ് അക്കോമഡേഷൻ ബില്ല്. Fictitious bill എന്ന് പറഞ്ഞാൽ when drawer or paying both are fictitious, the bill is called fictitious bill. അപ്പോൾ യഥാർത്ഥത്തിൽ അല്ലാത്തൊരു ബില്ല് ഉണ്ടാക്കുന്നതാണ് fictitious bill. If both the drawer and payee of a bill are fictitious person, യഥാർത്ഥം ഇല്ലാത്ത ഒരു പേരായിരിക്കും ഡ്രോയറിനും പേയറിനും. And the acceptor is liable to holder in due course. The acceptor is liable to a holder in due course. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഡ്രോയും പേയും ഇല്ല, പക്ഷെ ആക്സെപ്റ്റർ ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് വന്ന ബില്ല് ആക്സെപ്റ്റ് ചെയ്ത് അവർക്ക് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്ന ആൾ വരുമ്പോഴത്തേക്കും ലൈബിലിറ്റി വരും. If the holder in due course can show the signature of the supposed drawer and that of first pay in the same handwriting. Okay. For example, H is the holder in due course. H ആണ് holder in due course of a bill which A ആണ് accept ചെയ്തേക്കുന്നത്. D the drawer of bill is fictitious. Draw ചെയ്തതിന് D ആണെങ്കിൽ അത് fictitious ആയിട്ടുള്ള ആളാണ്. Thus H being holder in due course, H ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആയതുകൊണ്ട് എക്ക് ലൈബിലിറ്റിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല ഡ്രോയർ ഫിക്റ്റീഷ്യസ് ആണെങ്കിൽ. However, H shall have to establish that bill was endorsed by same hand as drawer signature. H establish ചെയ്യണം ബില്ല് എൻഡോസ് ചെയ്തത് ഡ്രോയർ തന്നെ by the same hand as drawer signature. Ambiguous instrument. An ambiguous instrument is doubtful ആയിട്ടുള്ള instrument ആണ്. It basically one that may be either a bill or not for his holder. Such situation arises in a particular circumstance only. For example, sometimes drawing may be fictitious. Drawing accept ചെയ്ത ആൾ fictitious ആവാം, or may be incompetent contract ആയിട്ടുള്ള ആളാവാം, കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനുള്ള ഫീച്ചേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളാവാം. Under such circumstances, holder of such instrument may treat them either as bill of exchange ആയിട്ടോ അല്ലെങ്കിൽ promissory note ആയിട്ടോ ഹോൾഡറിന് ആ ഇൻസ്ട്രുമെന്റിനെ ട്രീറ്റ് ചെയ്യാം. ഇനി അടുത്ത ഇൻകംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. Incomplete instrument lacks certain essential requirements of typical negotiable instrument. In such case, holder of instrument has the authority to complete it up to the amount mentioned there. Holder of instrument authority ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ. It results in the creation of legally binding negotiable instruments payable by not only first holder but also subsequent holder who procures which instruments can complete. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അത് എൻഡോസ് ചെയ്യുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിൽ അത് കംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റാം. What is the negotiable instrument? നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഡ്രോയർ മേക്ക് ചെയ്യുന്ന ആള്, ഡ്രോയിങ് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആള്. Drawing in case of need എന്നാണ് the person whose name is given in bill. The person whose name is given in the bill or on any endorsement thereof in addition to name of drawee. ഡ്രോയിയുടെ പേര് കൂടാതെ വേറൊരാളുടെ പേര് കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ drawing in case of need ആവും.
where a drawing in case of need is named in bill of exchange or any endorsement thereon, bill of exchange is not dishonored unless it has been dishonored by such drawing. അപ്പോൾ additional ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആളാണ് drawing in case of need. Acceptor. When the drawing signs his assent upon the bill. Drawing bill acceptance okay പറയുമ്പോൾ bill of exchange drawer creditor debtorനോട് bill കൊടുക്കുമ്പോൾ debtor accept ചെയ്യുന്നതാണ് drawing. Drawingനെയാണ് acceptor എന്ന് വിളിക്കുന്നത്. Acceptor for honor. Person accepting a bill of exchange who has been noted or protested. അപ്പോൾ നോട്ടഡ് സെക്ഷൻ 99 പ്രൊട്ടസ്റ്റ് 100 ആണ്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റഡ് നോട്ടഡ് ഓഫ് പ്രൊട്ടസ്റ്റേഴ്സ് ഫോർ നോൺ അക്സെപ്റ്റൻസ് ഓഫ് ഫോർ ബെറ്റർ സെക്യൂരിറ്റി പ്രൊട്ടസ്റ്റ് ഫോർ ഹോൺ ഓഫ് ഡോയർ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ബില്ല് കൊടുക്കുന്ന സമയത്ത് പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കേസിൽ പോകുമല്ലോ. ആക്സെപ്റ്റർ ഫോർ ഹോണർ മസ്റ്റ് സ്പെസിഫൈ ആസ് ടു ഹൂസ് ഹോണർ ഹി ഈസ് ആക്സെപ്റ്റിംഗ്. ആക്സെപ്റ്റർ ഫോർ ഹോണർ പറയാം ആരുടെ പേരിൽ ആർക്ക് ഓൺ ഹൂസ് ബിഹാഫ് ആണ് അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതർവൈസ് ഇറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി മെയ്ഡ് ഫോർ ദ ഹോണർ ഓഫ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഡോയറിന്റെ ഹോണറിനാണ് അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് കാണും. ഈ നോട്ടിങ് അറിയാലോ, നമ്മളിപ്പോ ചെക്ക് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഡിസോണർ ആയി പോയ സെക്ഷൻ 99 പ്രകാരം നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് നോട്ട് ചെയ്യിക്കും, നോട്ടീസ് ഇഷ്യൂ ചെയ്യും. പ്രൊട്ടസ്റ്റ് സെക്ഷൻ 100 പറയുന്നത് നോട്ടറൈസ്ഡ് റിപ്പോർട്ട് ഇഷ്യൂഡ് ആസ് എ സർട്ടിഫിക്കറ്റ്. ഈ നോട്ടറൈസ്ഡ് റിപ്പോർട്ടിന് സർട്ടിഫിക്കറ്റ് ആയിട്ട് തരുന്നതിനാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. Holder. Pay എന്ന് പറഞ്ഞാൽ pay is the person to whom amount is payable which may be the drawer himself or any other person. Holder എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലാണ് അത് ഇരിക്കുന്നത്. ഒരു ഇൻസ്ട്രുമെന്റ് is lost or destroyed ആണെങ്കിൽ if the holder is the person so entitled at the side, ഒരു ഇൻസ്ട്രുമെന്റ് ലോസ് ആയിപ്പോയി, അപ്പൊ അത് ആരുടെ കയ്യിലായിരുന്നു ഇരുന്നാണ് ലോസ് ആയിപ്പോയി, അദ്ദേഹമാണ് അതിന്റെ ഹോൾഡർ ആയിട്ട് വരാം സെക്ഷൻ 8 പ്രകാരം. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അദ്ദേഹത്തിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹത്തിന്റെ കൺസിഡറേഷൻ ആയിരിക്കാം, അത് അക്സെപ്റ്റ് ചെയ്തത് മെച്യൂരിറ്റിക്ക് മുമ്പായിരിക്കണം. വിത്ത് അദ്ദേഹത്തെ എന്തിനു മുമ്പ് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ കാര്യം അറിഞ്ഞുകൂടാ. ഡിഫക്റ്റുകൾ ഒന്നും അറിയാതെ കുറ്റപ്പെട്ടി വാങ്ങിച്ച ആളായിരിക്കണം. എൻഡോസർ the person who endorses a bill, endorsing ആർക്കാണ് അത് കിട്ടുന്നത്. അടുത്ത പ്രോമിസറി നോട്ട് സെക്ഷൻ 4 ആണ്. പ്രോമിസറി നോട്ട് ഈസ് എ ലീഗൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ വൺ പാർട്ടി പ്രോമിസിംഗ് ടു, ഞാൻ അടച്ചോളാം എന്ന് പറയുന്നതാണ് പ്രോമിസറി നോട്ട്. എ പ്രോമിസറി നോട്ട് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് containing an unconditional undertaking signed by the maker to pay a certain sum of money only to or to the order of certain person or to the bearer of instrument. ബാങ്ക് നോട്ട്, പക്ഷെ ഈ ബാങ്ക് നോട്ട് കറൻസി നോട്ട് ഒന്നും പ്രോമിസറി നോട്ട് അല്ല, അല്ലാത്തൊക്കെ പ്രോമിസറി നോട്ട് ആയിട്ട് വരും. പ്രോമിസറി നോട്ട് ഡെറ്റർ ആണ് മേക്ക് ചെയ്യുന്നത്. പാർട്ടീസ് ടു പ്രോമിസറി നോട്ട് മേക്കർ പേ എന്ന് പറയാം. The person who makes the promissory note മേക്കർ, ഉണ്ടാക്കുന്ന ആളെ മേക്കറിനും ആർക്കാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത് അദ്ദേഹത്തെ പേ എന്ന് വിളിക്കും. പ്രോമിസറി നോട്ടിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? റൈറ്റിംഗ് ആയിരിക്കണം, അണ്ടർടേക്കിംഗ് ടു പേ, എക്സ്പ്രസ് പ്രോമിസ് ടു പേ, ഷുഡ് ബി അൺകണ്ടീഷണൽ, വേറെ അഡീഷണൽ കണ്ടീഷൻ ഒന്നും പറയില്ല, സൈൻഡ് ബൈ ദ മേക്കർ, സം എമൗണ്ട് സർട്ടൻ ആയിട്ട് പറയണം, ഇൻസ്ട്രുമെന്റ് മസ്റ്റ് കണ്ടെയ്ൻ എ പ്രോമിസ് ടു പേ മണി ആൻഡ് മണി ഓൺലി. Other important points, the maker and payee must be certain. Maker paying certain ആയിരിക്കണം. Stamping a promissory note Indian stamp at 1899 പ്രകാരമായിരിക്കണം. Unstamped ആണെങ്കിൽ അത് എവിഡൻസ് ആയിട്ട് എടുക്കില്ല. ഡേറ്റ് ഉണ്ടായിരിക്കണം. ലിമിറ്റേഷൻ പീരീഡിന് മുമ്പ് സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന 3 years ആണ് ലിമിറ്റേഷൻ ആയിട്ട് ടൈം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ 5 പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡെഫിനിഷൻ സെയിം തന്നെയാണ്. Bill of exchange can be understood as written negotiable instruments carrying unconditional order to pay a specified sum of money to a person or the holder of instrument as directed in the instrument by maker. Bill of exchange is either payable on demand or after specified term ചെയ്യാം. ഇതിന്റെ ഡെഫിനിഷനും പ്രോമിസ് നോട്ടും സെയിം ആണ്. Bill of exchange is an instrument in writing containing unconditional order signed by the maker directing a certain person to pay certain sum of money only to or to the order of certain person or to the bearer of the instrument. അതിന്റെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു എക്സാമ്പിൾ ആണ്. സ്റ്റാമ്പ് ഉണ്ട്, എമൗണ്ട് ഉണ്ട്, ഡ്രോയറിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഡ്രോയിന്റെ ഡീറ്റെയിൽസ് 2 താഴെ
FT ഡ്രോയർ സൈൻ ചെയ്യുന്നു. 3 months after they pay to Mr. Peter payee a sum of rupees 1 lakh for the value received. Parties of bill of exchange. Drawer എന്ന് പറഞ്ഞാൽ person who gives the order to pay or to make the bill is drawer. Drawee പേയ്മെന്റ് തരണമെന്ന് ആവശ്യപ്പെടുന്ന എഴുതുന്ന ആളാണ് ഡ്രോയർ. ഡ്രോയി എന്ന് പറഞ്ഞാൽ who is direct ആരാണ് പേയ്മെന്റ് നടത്തേണ്ടത്? ഡ്രോയി ആണ്. പേ എന്ന് പറഞ്ഞാൽ the person to whom payment is to be made. ചിലപ്പോൾ എൻഡോസ് ചെയ്ത് പോകുമ്പോൾ പേയ്മെന്റ് ഡ്രോയർ അല്ലാതെ വേറെ ആരെങ്കിലും പേ ആയിട്ട് മാറാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പാർട്ടീസ് സെർട്ടൻ ആയിരിക്കണം, എല്ലാം സ്റ്റാമ്പ്ഡ് ആയിരിക്കണം, place mention the date and place correctly, പ്രത്യേകമായിട്ടുള്ള ഓർഡർ ടു പേ ആയിരിക്കണം, ടൈം ഓഫ് പേയ്മെന്റ് സെർട്ടൻ ആയിരിക്കണം, ടൈം എമൗണ്ടും ടൈമും കറക്റ്റ് ആയിരിക്കണം, paid only by way of money and money only. A bill of exchange must be drawn unconditional. പ്രത്യേക കണ്ടീഷൻസ് ഒന്നും പറയാൻ പാടില്ല. Through the acceptor or the endorser may make his liability conditional. Direction of payment by drawer must not be made to depend upon a contingency. Therefore, it is essence of a bill of exchange that it will be payable at all events and must appear so in his face. Bill of exchange it should be payable at all events. എന്തെങ്കിലും events ഉണ്ടെങ്കിൽ അത് ബേസിൽ പറഞ്ഞിരിക്കാം. It is essential that bill of exchange should point out with the certainty the party who enters into contract imported by the terms. The signature of the drawer is necessary, and there cannot be a bill even if instrument is accepted without the signature of drawing. Signature of drawer പിന്നെ signature of drawing compulsory ആണ്. It must indicate a drawing who should be called on to accept or pay. Drawing must be named. Drawing നെയിമും എല്ലാം കറക്റ്റ് ആയിട്ട് സെർട്ടൻ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. അടുത്ത ചെക്ക് എന്ന് പറയുന്നത് സെക്ഷൻ 6-ലാണ് വരുന്നത്. Check refers to a negotiable instrument that contains an unconditional order to the bank to pay a certain sum mentioned in instrument from the drawer's account to the person to whom it is issued or to the order of specified person or to a bearer. It also includes truncated check മറ്റേ ചെക്കിൻ ഇലക്ട്രോണിക് ഫോം. രണ്ട് ടൈപ്പ് നേരത്തെ ഡിസ്കസ് ചെയ്ത് രണ്ടും ചെക്കിൽ വരും. A check is a bill of exchange drawn upon a specified banker and payable on demand, and it includes electronic image of truncated check and in electronic form. A check is a specific species of bill of exchange, but it has following two additional qualifications like always drawn on specified banker like SBI, ICSI, ICCI, then HDFC. It is always payable on demand. Essentials of a check നോക്കാം. A check must be an order in writing, unconditional order ആയിരിക്കണം, signed by the maker, figures and words ആയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം, payable to order of bearer, സെൽഫ് ചെക്കും ആവാം, ഡേറ്റ് ഉണ്ടായിരിക്കണം, pay certain ആയിരിക്കണം. Crossing a check. Meaning of crossing a check. Crossing a check refers to drawing two parallel transverse lines. ഈ പിക്ചറിൽ കാണിച്ച പോലെ ഇങ്ങനെ ചെക്കിന്റെ ലെഫ്റ്റ് ടോപ്പിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. On the corner of the check, by crossing the check, the drawer instructs banker not to pay. കൗണ്ടർ വഴി കൊടുക്കാതെ അക്കൗണ്ട് വഴി ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. It means the banker should pay money only through banker. It acts as securityക്ക് വേണ്ടിയാണ്. Crossing a check has developed gradually as a means of protection against misusing of checkന്റെ പ്രൊട്ടക്ഷൻ ആണ്. ജനറൽ ക്ലോസിംഗിന്റെ എക്സാമ്പിൾ ആണ് ഈ കാണിച്ച അക്കൗണ്ട് ബീങ് നോട്ട് നെഗോഷ്യബിൾ ആൻഡ് കമ്മിറ്റ് ഫോൺ എന്നൊക്കെ പറഞ്ഞു. Who can cross a check? ചെക്ക് എഴുതുന്ന ആൾക്കാണ് ഡ്രോയറിനാണ് അത് ക്രോസ് ചെയ്യാൻ പറ്റുക. ഓർഡർ ഓഫ് ചെക്കിന് വേറെ ചെക്കിനെയും ക്രോസ് ചെയ്ത് ക്രോസ്ഡ് ചെക്ക് ആക്കാൻ പറ്റും. വേറെ ചെക്ക് ഈസ് ഇഷ്യൂഡ് ആൻഡ് ക്രോസ് ഇറ്റ് മേ ബി ക്രോസ്ഡ് ബൈ ഹോൾഡർ ജനറലി ഓർ സ്പെഷ്യലി ക്രോസ് ചെയ്യാൻ സാധിക്കും കിട്ടുന്ന ആൾക്കും. The banker in whose favor the check has been crossed specially may gain cross it specially in favor of another banker. The later bank in such a case acts as the agent of the banker. അപ്പോൾ ഒരു ബാങ്ക് ക്രോസ് ചെയ്ത് മറ്റേ ബാങ്കിലേക്ക് പോകുമ്പോൾ ഒരു ബാങ്ക് ഇതിനിടയിൽ ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഓഫ് ക്രോസിംഗ് നമ്മുടെ ഓണർ ഓഫ് ദ ചെക്കിന് ഒരു പ്രൊട്ടക്ഷൻ സേഫ് ഗാർഡിന് വേണ്ടിയാണ് അവർ ക്രോസ് ചെയ്യുന്നത്. ഫ്രോഡ് പ്രിവെന്റ് ചെയ്യാം, മിസ്യൂട്ടിലൈസേഷൻ ഓഫ് ചെക്കിനെയും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്രോസിംഗിന്റെ ഒബ്ജക്റ്റീവ്. ടൈംസ് ഓഫ് ക്രോസിംഗ് അത് സെക്ഷൻ 123 പറയുന്നത്. Two parallel transverse lines are drawn on the face of check. Two parallel lines generally on the top left
corner of the check draw ചെയ്യുന്നതാണ് general crossing. Holder of pay cannot get the payment counter വഴി കിട്ടില്ല account വഴി കിട്ടുള്ളൂ. Name of the banker essential അല്ല, പക്ഷേ amount can be encashed by any banker നും amount encash ചെയ്യാം. The words at the company not negotiable upon may അങ്ങനെയും വേണമെങ്കിൽ അതിന് രണ്ട് വരയ്ക്കുള്ളിൽ എഴുതിയാലും general crossing തന്നെയാണ്. ഇതിൽ general crossing ന്റെ effect എന്തെന്ന് പറഞ്ഞാൽ banker on whom it is drawn shall only pay to a banker. Banker മറ്റേ ബാങ്കറിനെ അത് പേ ചെയ്യുള്ളൂ. This type of check cannot be paid counterൽ പറ്റില്ല. Payment should be made through account only മാത്രം. General crossing gives protection, avoids fraudulent withdrawals protection വരും. It is a liability of paying banker to paying banker ആണ് proper payment verify ചെയ്യുക. Banker is answerable to his customer. Special crossing section 124ലാണ്. അതിൽ കണ്ട സ്പെഷ്യൽ ക്രോസിംഗിന്റെ എക്സാമ്പിൾ ആണ് ബ്രാക്കറ്റിനകത്ത് എഴുതി കാണിച്ചിരിക്കുന്നത്. It is also known as restricted crossing. Two transverse lines are not necessary to be drawn. Name of the banker is ബാങ്കറിന്റെ പേര് അവിടെ ആഡ് ചെയ്തിരിക്കുക, SBI. Face of the check. Name of the banker may or may not carry the appropriate word and call account be or not negotiable. Payment can be made only through bank mentioned. ഈ മെൻഷൻ ചെയ്തൊക്കെ ബാങ്ക് വഴി മാത്രമേ പേയ്മെന്റ് സാധിക്കുള്ളൂ. സ്പെഷ്യലി ക്രോസ്ഡ് ചെക്ക് can never be converted to general cross. സ്പെഷ്യലി ക്രോസ്ഡ് ചെക്കിനെ ജനറൽ ക്രോസിംഗ് ആക്കാൻ പറ്റില്ല. വേറെ ചെക്കിനെ ക്രോസിംഗ് ചെക്ക് ആക്കാം, സ്പെഷ്യലി ക്രോസ്ഡ് ചെക്കിന് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ക്രോസ് ചെയ്തതിന് ജനറൽ ക്രോസിംഗ് ആക്കാൻ സാധിക്കില്ല. എഫക്റ്റ് ഓഫ് സ്പെഷ്യൽ ക്രോസിംഗ് ഇതും fraudulent transaction prevent ചെയ്യാനും direction to pay banker to pay amount to account holder of that bank but not to others. If a check specially crossed on particular bank, if such check is present in another bank, paying bank should refuse the payment. നമ്മൾ പർട്ടിക്കുലർ ബാങ്കിൽ കൊടുത്ത ആ ബാങ്കിൽ മാത്രമേ പറ്റുള്ളൂ, മറ്റേ ബാങ്കിലേക്ക് കൊടുത്താൽ മറ്റേ ബാങ്കുകാർ റെഫ്യൂസ് ചെയ്യും. സ്പെഷ്യൽ ക്രോസിംഗ് ഗീവ്സ് മോർ പ്രൊട്ടക്ഷൻ. ജനറൽ ക്രോസിംഗിനെ പറ്റി കൂടുതൽ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ക്രോസിംഗിന് തരും. Account payee check. It has been developed in trade and is common to use these terms on the left side of the check between two account payee check. However, there is no law mentioned about this type of crossing. The terms means the amount should not be counted വഴി കൊടുക്കൽ അക്കൗണ്ട് വഴി കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. However, meaning of other crossing also മറ്റ് ക്രോസിംഗിന്റെ സെയിം അർത്ഥവും ഇത് തന്നെയാണ്. This type of crossing only gives additional protection to check. Effect of account payee crossing. It is only in the form of direction to receiving bank that drawer decides to pay, but drawerന് ഇത്രയും എമൗണ്ട് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുന്നതാണ്. The collecting banker should credit the check only to mentioned account of payee മാത്രമേ credit ചെയ്യുള്ളൂ. If the banker credits check to another account, not to the account of payee, the banker തന്നെയായിരിക്കും ഈ negligence responsible. Not a negotiable crossing section 130. A person taking a check cross generally or specially bearing in either case words not negotiable shall not have and shall not be capable of giving a better title. We have a better title to check than which the person from whom he took it at. അദ്ദേഹം എടുത്ത ആൾ ഇപ്പോൾ ചെക്ക് നമുക്ക് ഒരാളുടെ കയ്യിൽ കിട്ടും, അയാൾക്ക് ഇല്ലാത്തതിനേക്കാൾ അപ്പുറം പവർ നമുക്ക് വേറൊരാളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. It gives more protection and general crossing. It is a warning upon paying and collecting bankers in warning ആണ്. Both of them should be very careful. The word not negotiable എഴുതി എന്ന് വെച്ച് നോട്ട് ട്രാൻസ്ഫർ ആവത്തില്ല. നോട്ട് negotiable എന്ന് എഴുതിയാൽ അത് ട്രാൻസ്ഫറബിൾ തന്നെയാണ്. Objective. It is the true owner is protected by this type of crossing. True owner പ്രൊട്ടക്ട് ചെയ്യാം. സ്റ്റോളൻ വന്നാലും ഫൈൻഡറിന് ക്യാഷ് എടുക്കാൻ സാധിക്കില്ല. It shall be compelled to return to true ownerന്റെ അടുത്ത് തന്നെ റിട്ടേൺ ചെയ്യാനുള്ള കമ്പൽഷൻ വരും. Owner's right is preserved and safety against the subsequent holder. It gives more protection and safety holder of check. A third person cannot cash it. If not, a third person easy ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റില്ല. Any other check പോലെയാണ് ഇതും ട്രാൻസ്ഫർ ചെയ്യുന്നത്. Not negotiable check. Not negotiable cross ചെയ്ത ചെക്ക് മറ്റ് ചെക്ക് പോലെ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Not negotiable എന്ന് പറഞ്ഞാൽ not transferable അല്ലെന്നല്ല, transferable ആവാം. The banker is negligent and transfer the amount of check to another account, he will be held responsible. Bank negligent ആയ bank responsible ആവും. സഫറിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ട വരും. Double crossing or special crossing section 125 where a check is crossed specially, the banker to whom it is
cross may again cross it specially to another banker. His agent for collection is called double crossing. ഒരു ബാങ്കറിന് നമ്മൾ ക്രോസ് ചെയ്ത് കൊടുത്തിട്ട് എഗെയിൻ അത് മറ്റൊരു ബാങ്കറിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഈ ബാങ്ക് ഏജന്റായി നിന്ന് ക്രോസ് ചെയ്യുന്നതിന് ഡബിൾ ക്രോസിംഗ്. ദിസ് ഇസ് ദ ഓൺലി കേസ് വേർ സെക്കൻഡ് സ്പെഷ്യൽ ക്രോസിംഗ് ഈസ് അലൗഡ് ബൈ ദാറ്റ്. That can be done only for the purpose of collecting and that too by a banker. ഒരു ഡബിൾ ക്രോസിംഗ് അല്ലെങ്കിൽ സെക്കൻഡ് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് അതിനെ വിളിക്കും. ഈ പ്രൈവറ്റ് പാർട്ടീസ് ആർക്കും ഈ ഡബിൾ ക്രോസിംഗ് ഉപയോഗിക്കാൻ സാധിക്കില്ല. Effect of double crossing. Double crossing is not permitted to general public. It is practiced only in case of transaction between bankers. It is a practice to cross on the face of the check at left side. But in case of double crossing, it is regular practice to cross at the back side of the check. Cross ചെയ്യുന്ന ഒരു പ്രാക്ടീസും ഉണ്ട്. Capacity to become a party to negotiable instrument. Minor. A minor cannot bind himself by becoming a party to negotiable instrument. However, a minor is a party to negotiable instrument, then it will not become invalid. അതായത് മൈനറിന് പക്ഷെ ചെക്ക് ഉപയോഗിക്കാനും ചെക്ക് വഴി പേയ്മെന്റ് നടത്താനുള്ള റൈറ്റ് ഒക്കെ ഉണ്ട്. A minor can draw, endorse, deliver, negotiate an instrument as to bind all the parties. മൈനറിന് ഡ്രോയും ഇൻഡോഴ്സും ഡെലിവറും നെഗോഷിയേറ്റും ചെയ്യാം. അത് എല്ലാ പാർട്ടീസിനും ബൈൻഡ് ആവും മൈനർ ഒഴിച്ച്. മൈനർ ഒഴിച്ച് ഇവൻ ഒരു ഇൻസ്ട്രുമെന്റ് ഡ്രോ ചെയ്ത് ഡെലിവർ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടീസിനും റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. Corporation. Corporation can be a party to negotiable instrument if authorized by articles. ആർട്ടിക്കിൾസിൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ കോർപ്പറേഷനും ഒരു പാർട്ടിയാവാം. ഏജന്റ്. An agent can sign negotiable instrument on behalf of his principal. However, agent should mention that he is signing negotiable instrument on behalf of principal. Legal representative of a deceased person who signs the name to negotiable instrument incurs personal liability. However, if legal representative states by clear words that he limits his liability to extent of assets of deceased received by him as legal representative, the liability will be limited to extent of assets received. ഒരാൾ മരിച്ചുപോയി ലീഗൽ റിപ്രസെന്റേറ്റീവ് ആണ് ഒപ്പിടുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ലൈബിൾ ആയിട്ട് വരും. പക്ഷെ അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് മരിച്ചുപോയ ആളുടെ അസറ്റിനേക്കാൾ അപ്പുറം ഒരു ലൈബിലിറ്റി ലീഗൽ റിപ്രസെന്റേറ്റീവ് എടുക്കത്തില്ലെന്ന്. Payment in due course. Section 10. Payment in due course result in discharge of instrument. Payment is said to be payment in due course ആവണമെങ്കിൽ is in accordance with apparent tenor of the instrument. Payment before maturity date is not a payment. Maturity date മുമ്പുള്ള പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കില്ല. പേയ്മെന്റ് മണി ടൈമിൽ മാത്രമേ പറ്റുള്ളൂ. അതിൽ ചെക്കും കറൻസി നോട്ടും ആവാം. മെയ്ഡ് ടു പേഴ്സൺ ഇൻ പൊസഷൻ. ആരുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ് എടുക്കണം അവർക്കാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്. ഗുഡ് ഫെയ്ത്തിലാണെങ്കിൽ നിഗ്ലൻസ് പാടില്ല. ബോണഫൈഡ് സർക്കംസ്റ്റൻസിൽ ഗുഡ് ഫെയ്ത്തിൽ കൊടുക്കണം. നോ ഗ്യാരണ്ടി ഫോർ ബിലീവിംഗ് ദാറ്റ് പൊസസറിന് ഈ പേയ്മെന്റ് കിട്ടാൻ ഒരു അവകാശമില്ല എന്നുള്ള ഒരു റീസൺ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഡ്യൂ ഡേറ്റ് ഓഫ് ബിൽ ഓർ നോട്ട്. എവറി ഇൻസ്ട്രുമെന്റ് other than instrument payable on demand is entitled to 3 days of grace. പേയബിൾ ഓൺ ഡിമാൻഡും അല്ലെങ്കിൽ ചെക്കിനില്ല. അല്ലാത്ത എല്ലാ ഇൻസ്ട്രുമെന്റിനും 3 days of grace ഉണ്ട്. 3 ദിവസത്തെ ഗ്രേസ് ഉണ്ട്. Bill or not payable on specified day. Bill or not payable after sight. Bill or not payable certain bill on happening of certain event specified day after sight certain event plus 3. Not allowed. Check-in ഇല്ല. Bill or not payable on demand ഇല്ല. Bill or not payable in which no time is mentioned. ഇവർക്ക് ഈ 3 കണ്ടീഷൻ ഉള്ളവർക്ക് ഈ 3 days grace ഇല്ല. Other important points. In case of time bill or not, it becomes due on the last day of grace period. If due date falls on public holiday ആണെങ്കിൽ immediate business day, അടുത്ത business day. If on due date there is an emergency or unforeseen event വരികയാണെങ്കിൽ next business day. If the month in which period is to be terminated has no corresponding day, the period will terminate on the last day of month. ഇപ്പോൾ ഒരു മന്തിന്റെ അവസാനിക്കുകയാണെങ്കിൽ ഇനി ഒരു ഡേ ഇല്ലെങ്കിൽ ആ മാസം തന്നെ അവസാനിക്കും. Example, bill dated 6th February, 6 February, payable 90 days after date. എന്ന് പറയുമ്പോൾ 6 പിന്നെ 6 മെയ് 90 ദിവസമായി പ്ലസ് 3 ദിവസം 19 മെയ് 2020. A bill date 1st January 2020. ഒരു മാസം കഴിയാന്ന് പറഞ്ഞാൽ 1st January 1 month. അപ്പം 1st February ആയി. It was falls due on 3rd March. 1st
January 2020 is made payable 1 month after date. January കഴിഞ്ഞ ഫെബ്രുവരി ആണ്. ഇവർക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഡേറ്റിൽ. Okay. A bill passed on 9th May which happens to be Sunday ആയിപ്പോയി. Sunday ആയിപ്പോയെങ്കിൽ the due date becomes 8th May ആയി മാറും. ഞാൻ ഈ due date plus 3 days ആഡ് ചെയ്യുമ്പോൾ 19 May Sunday ആയതുകൊണ്ട് അതിന് മുമ്പത്തെ ദിവസം വർക്കിംഗ് ഡേ due date 8th May ആയിട്ട് കാണും. Difference between promissory note, bill of exchange and check. Promissory note 2 parties ആണുള്ളത്, maker and payee. Bill of exchange 3 parties, borrower, payee ആണുള്ളത്. ചെക്കില് borrower, banker, payee നമ്മൾ ഡിസ്കസ് ചെയ്ത്. Contains unconditional promise to pay to the payee, unconditional order to the drawee to pay, drawer specified banker. Acceptance promissory note necessary അല്ല, ബില്ലിൽ necessary ആണ്, ചെക്കിലല്ല. Liability of maker is absolute ആണ് promissory note. ഇവിടെ liability of drawer is conditional ആണ്. Liability of drawer ഉറപ്പായിട്ട് പേയ്മെന്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ ഡിസോണറും കേസും ആവും. നോട്ടീസ് ഓഫ് ഡിസോണർ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് മതി, ക്ലോസിംഗ് ചെക്കിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഗ്രേസ് പീരീഡ് നമ്പർ ഡേറ്റ് പ്ലേസ് ഗ്രേസ് പീരീഡിൽ നമ്പറും ഡേറ്റും പ്ലേസ് നോട്ട് എസൻഷ്യൽ മസ്റ്റ് ബി. അതുകൂടെ promissory note ഈ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഗ്രേസ് പീരീഡ് കൊടുക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ആയിരിക്കണം. ചെക്കിന് ഗ്രേസ് പീരീഡ് ഇല്ല. പേയബിൾ ഓൺ ഡിമാൻഡ്, അതുപോലെ promissory നോട്ടും സ്റ്റാമ്പ്ഡ് ആയിരിക്കണം. ബിൽ ഓഫ് എക്സ്ചേഞ്ചും promissory നോട്ട്, ചെക്കിന് സ്റ്റാമ്പ് ഇല്ല. ഓൺ ഡിമാൻഡ് ആഫ്റ്റർ പേയബിൾ ആണ്, ഒരു ഡിമാൻഡിലോ അല്ലെങ്കിൽ ആഫ്റ്റർ സ്പെസിഫൈഡ് ടൈമിൽ പേയബിൾ ആണ്. Cannot be made payable to bearer on demand on even after certain period for promissory note. ഇപ്പൊ ചെക്ക് നമ്മൾ ക്ലോസ് ചെയ്യാത്തതാണെങ്കിൽ ബെയറിനാണെങ്കിൽ നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു.